ഞങ്ങൾ വട്ടവടയ്ക്ക് പോകുമ്പം അതിൻ്റെ സൈഡിലൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇഷ്ടംപോലെ തേയിലത്തോട്ടങ്ങളും അതുപോലെ തന്നെ ഇത് കുതിരസവാരിയൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടുത്തെ മെയിൻ കാര്യം ഇവിടെ മുഴുവൻ ചെറിയ ചെറിയ കടകൾ ഈ റോഡിനോട് ചേർന്ന് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാവരും ഇവിടെ വണ്ടി നിർത്തി ഈ പറഞ്ഞ പോലെ കുതിരസവാരിക്കും ഫോട്ടോ എടുക്കാൻ വേണ്ടി എല്ലാം വണ്ടി നിർത്തിയിട്ടേക്കും കേട്ടോ. അതുകൊണ്ട് ഇവിടെ അങ്ങോട്ട് ഭയങ്കര ബ്ലോക്കാണ്. അപ്പം ഞങ്ങൾ കാര്യം ചെയ്തു, നേരെ വട്ടവട പോയിട്ട്, വട്ടവട നല്ല സ്ഥലം കേട്ടോ, വട്ടവട പോയിട്ട് ഇങ്ങോട്ട് വരാമെന്ന് ചോദിക്കുന്നു. അവിടെ മാട്ടുപ്പെട്ടി ബോട്ടിങ് 7.5 കിലോമീറ്റർ ഉള്ളെന്ന് എഴുതിയിട്ടുണ്ട്. ഇത് മെയിൻ പ്രശ്നം ഇതാണ്, ആരും കൺട്രോൾ ചെയ്യാനില്ല. എല്ലാവരും വണ്ടി കൊണ്ടുപോയി റോഡിൻ്റെ സൈഡിൽ കൂടെ കൊണ്ടുപോയി. അതിനിടയ്ക്ക് ഓരോ പോലീസുകാരെ കാണാം. എന്നാലും ഇവിടെ ഭയങ്കര ബ്ലോക്കാട്ടോ. ഇവിടെ മെയിൻ ആകർഷണം ഈ തേയിലത്തോട്ടം കേട്ടോ. തേയിലത്തോട്ടം കാണാൻ ഭയങ്കര ഭംഗിയാണ്, അടിപൊളിയാണ്. അതിൻ്റെ മണ്ണയിലേക്ക് മോട്ടർ നോക്കുമ്പോഴത്തേക്കും കാണാം, നല്ല രസമാണ്. ഇങ്ങനെ തട്ടായിട്ട് ഈ തേയിലത്തോട്ടം, അതാണ് ഈ മൂന്നാറിൻ്റെ ഒരു ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ തന്നെ ഈ തേയിലത്തോട്ടം കാണാം. പിന്നെ ഏറ്റവും മണ്ടയിൽ വലിയ പാറയൊക്കെ കേട്ടോ, നല്ല രസമുണ്ട് കാണാൻ. ഇതൊക്കെ കണ്ടുകൊണ്ടാണ് ആൾക്കാർ, ഭയങ്കര വ്യൂ പോയിന്റ് ആണ്. അതുകൊണ്ടാണ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയുള്ള നല്ല വ്യൂ പോയിന്റ് ആണ്. അതുകൊണ്ട് ആൾക്കാരെല്ലാം ഇവിടെ നിർത്തി വീഡിയോസൊക്കെ എടുക്കാനും ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയൊക്കെ നിർത്തുന്നത്. നമ്മുടെ പിള്ളേരൊക്കെ ആണെങ്കിലും കണ്ടിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അവരൊക്കെയാണ് ഇത്രയും നേരം ഭയങ്കര അലമ്പായിരുന്നു, ഭയങ്കര ഒച്ചപ്പാടും ബഹളമൊക്കെ ആയിരുന്നു. ഇതൊക്കെ കണ്ടപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമായി കേട്ടോ. കാരണം ഇവരൊന്നും നമ്മളാരും കണ്ടിട്ടില്ല, നേരത്തെ ഇങ്ങനെ തേയിലത്തോട്ടങ്ങളൊന്നും ഇത്രയും കണ്ടിട്ടില്ലല്ലോ. നല്ല രസമാണ്. ഈ റോഡിൻ്റെ രണ്ട് സൈഡും കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ ഈ മോളിൽ പോയിട്ട് നമുക്ക് താഴോട്ട് നോക്കുമ്പോഴത്തേക്കും അവിടെ നല്ല ഭംഗിയാണ് കേട്ടോ. കാരണം ഈ തേയിലത്തോട്ടങ്ങൾ തട്ടായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതുകൊണ്ട് നല്ല രസമാണ് കാണാൻ. നമ്മുടെ ബ്ലോക്കൊക്കെ കഴിഞ്ഞു, എല്ലാവരും ആ വ്യൂ പോയിന്റ് ഉണ്ടായിരുന്നു. ആ വ്യൂ പോയിന്റ് കാണാൻ വേണ്ടി നിർത്തിയേക്കുമായിരുന്നു. ഇവിടെ കാണാം ഇഷ്ടംപോലെ തേയിലത്തോട്ടം, അതാണ് ഏറ്റവും രസമുള്ളത്. വേണമെങ്കിൽ നമുക്ക് അവിടെ നിർത്തി ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് പിന്നെ ഞാൻ വിചാരിച്ചു. നേരെ വട്ടവട പോയിട്ട് തിരിച്ചു വരുന്നതായിരിക്കും നല്ലതെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ പിന്നെ വട്ടവട കാണാൻ പറ്റാതെ വരും. ഏറ്റവും ആകർഷണം എന്ന് പറഞ്ഞത് വട്ടവടയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. എന്താണെങ്കിലും വട്ടവട പോയിട്ട് അടുത്ത വീഡിയോ നമുക്ക് ചെയ്യാം. അപ്പം നമുക്ക് നോക്കാം, ഇങ്ങനെയുണ്ടെന്ന് നോക്കാം.